ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. നമ്മളൊരു പുതിയ മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ വീക്കിലി വണ്ണങ്ങ് വെച്ചിട്ട് ഇടാൻ എന്തായാലും ശ്രമിക്കും. നമ്മൾ ഇന്നൊരു പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ മുന്നേ കുറച്ച് ലെറ്റ്സ് പ്ലേൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അത് നമ്മളൊരു സർവറിലാണ് കളിച്ചിന്. ആ സർവർ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ പിന്നെ ഏതായാലും പുതിയൊരു വേൾഡ് തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനം ആക്കണം, നമുക്ക് വുഡ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കുറച്ച് വുഡ് കളക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന് വലിയ ഗോളും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം വീട് വെക്കുക, അടുത്ത ഫാമാക്കും, അങ്ങനത്തെ വലിയ കാര്യമായിട്ട് ഇന്ന് വെക്കുന്നില്ല. കാരണം ഇത് നമ്മളെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതിൻ്റെ അത് കാര്യമായിട്ടൊന്നും വെക്കാനൊന്നും കഴിയുന്നില്ല. എന്തോ ഭായി നമ്മളെ സ്പോൺ എന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഒന്ന്. ഏതായാലും ആദ്യമായിരിക്കും താഴേക്ക് ഇറങ്ങി നോക്കാം. നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്യേണ്ടെന്ന് ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് നമ്മൾ ഈ ചാനൽ സബ് ചെയ്തിട്ട് ഈ വീഡിയോ ഒക്കെ ഒരു ലൈക്കും കൊടുക്കുക. നമ്മൾ റൂട്ട് ടു 200 സബിലാണ്. അപ്പോൾ എല്ലാവരും കഴിയുന്നത്ര സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബേസിക് ടൂൾസ് ആക്കാം ആദ്യം തന്നെ. അതായത് പിക്കാക്സ്, ആക്സ്, സോഡ്, അതേപോലത്തെ കുറച്ച് ബേസിക് ടൂൾ വേണം. നമുക്ക് ആദ്യമേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് പിക്കാക്സ് ആക്സ് എല്ലാം ആക്കാൻ കഴിയും. നമുക്ക് എന്ത് സാധനം ആക്കണം ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. നമ്മൾ ആദ്യം തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കുന്നുണ്ട്. നമുക്കൊരു വുഡൻ പിക്കാക്സും കൂടി ആക്കാം. വുഡൻ പിക്കാക്സ് ഒക്കെ നമുക്ക് സ്റ്റോൺ കുറച്ചും കൂടി വേഗം മൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കേവ് പോലെ കാണുന്നുണ്ട്. അതിൻ്റെ അത് കയറിയിട്ടാണ് ഞാൻ ഇപ്പം സ്റ്റോൺ കളക്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ 35 സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ലേക്കാവുന്നുണ്ട്. ആ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമുക്ക് ആദ്യം തന്നെ കുറച്ച് പിക്കാക്സും ആക്സും സോഡെല്ലാം ആക്കി വെക്കാം. ഞാൻ ഇപ്പോൾ 2 പിക്കാക്സും 2 ആക്സും ഒരു സോഡും വെച്ചിട്ട് ആക്കല്. നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഫുഡാണ്. നമുക്കിവിടെ ഫുഡിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ പശുവും ആടും അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാം കൊന്നിട്ട് ഒരു ഫർണസ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്തിട്ട് തന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും അതേപോലെ തന്നെ ബെഡാക്കേണ്ട വൂളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനൊരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്യാം. ഫർണസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടിയ റോ മീറ്റ് ആയിരിക്കും. ആ മീറ്റ് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ കട്ട മാത്രമേ നമുക്ക് കയറുള്ളൂ ഫുഡിൻ്റെ. നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 4 കട്ടയെല്ലാം കയറും. അപ്പം നമുക്ക് അത്രക്കും കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കോളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ വുഡ് സ്ലാബ് ആക്കിയിട്ടാണ് വെക്കുന്നത്. കോള് കിട്ടിയാൽ തന്നെ ഇതിപ്പം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ തുടക്കത്തിൽ അത്ര നമുക്ക് കോളിൻ്റെ കുറേ ആവശ്യം അതുകൊണ്ട് കോളൊന്നും വെക്കാൻ നിൽക്കണ്ട. നമുക്ക് കിട്ടുന്ന വുഡ് നമുക്ക് കുറേ കിട്ടൂലേ. വുഡ് സ്ലാബ് ആക്കിയിട്ട് വെച്ചാൽ മതി. നമ്മൾ ബെഡും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഫുഡ് നമുക്ക് എടുത്ത് വെക്കണം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടി, നമുക്ക് ഇനിയും വേണം. ഞാൻ ഏതായാലും പറ്റി അതും കൂടി കളക്ട് ചെയ്തിട്ടും വരാം. ഞാനായിരുന്നു ഫുഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ട് വലിയൊരു കേവ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ അയണും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും അയൺ ഗെയിൻ എടുക്കണം. നമുക്കിനി ആവശ്യമില്ല വെച്ചാൽ ഒരു ഷീൽഡ് എന്തായാലും വേണം. ഈടിയും ഒരു അയൺ ഉണ്ടോയെന്നാണ് ഞാൻ ഇപ്പം നോക്കുന്നത്. കാരണം നമുക്ക് ഷീൽഡാക്കാൻ വേണ്ടിയിട്ട് ഒരു അയണേ വേണ്ടു. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് നോക്കാം. കാര്യമായിട്ടൊന്നും കാണുന്നില്ല. മോബ്സിൻ്റെ ഒന്നും കാണുന്നില്ല. എന്നാ മോപ്പാ ആടിങ്ങനെ ഇട്ടൊരു അയൺ കണ്ട് ഞാൻ കറക്റ്റ് മറ്റേ ക്രോസ് ബാർ വെച്ച് ആടിങ്ങനെ ഇട്ടൊരു അയണുണ്ട്. നമുക്ക് എന്തായാലും അത് കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോൾ പോയിട്ട് എടുക്കണം. ആ ഫുഡെല്ലാം സെറ്റ് ആവട്ടെ, എന്നിട്ടാണ് നമുക്ക് പോയിട്ട് അയൺ എടുക്കാം. കുറച്ച് ഫുഡെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇതിൻ്റെ അടിയിൽ പോയിട്ട് അയൺ എടുക്കാമെന്ന് വിചാരിച്ച് ഏതായാലും പോയി നോക്കാം. നമുക്ക് ഇവിടെ കാര്യമായിട്ട് മോബ്സിനൊന്നും കാണുന്നില്ല. അതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ കാര്യമായിട്ട് മോബ്സിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഫസ്റ്റ് പീസ് ഓഫ് അയൺ കിട്ടി. 2 ഉണ്ടായിരുന്നു. ഇടാൻ വേറെ ഒന്നും കൊണ്ടുപോകാം പേടിയില്ലെങ്കിലും. പൊതുവേ 4 എണ്ണമായിട്ട് വരുത്തില്ല. ഇതൊന്നും കാണുന്നില്ല. നമുക്കിനി അപ്പുറത്തെ സൈഡിൽ നിന്ന് കൊണ്ടുപോക്കാം. അവിടെ ഒരു ക്രീപ്പറെല്ലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡർട്ട് എടുക്കാം. അപ്പുറം കുറച്ച് അയൺ കണ്ട്. ഇനി അയൺ എടുക്കണം. നമുക്ക് എന്തായാലും ഡർട്ട് വേണം. ഡർട്ട് ചെയ്ത് പില്ലറായിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഒരു എൻഡർമാൻ നിൽക്കുന്നുണ്ട്. എൻഡർമാൻ്റെ കണ്ണാൽ നോക്കിയാൽ നമ്മളെ തീർന്നു. എൻഡർമാൻ്റെ നേരെ മേലെയായിട്ട് വരുന്നു. അത് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് അയണില്ലേ, ഒക്കെ വേഗം എടുക്കാം. നമുക്കിന്ന് എന്തായാലും ഫുൾ ആർമറൊന്നും ആക്കാൻ കഴിയില്ല. നമുക്ക് അത്യാവശ്യം ഒരു ആക്സും സോഡോ
പിക്കാക്സ് അങ്ങനെ എന്തെങ്കിലും ആക്കാൻ നോക്കാം. ടൂൾസ് മൊത്തമായിട്ട് നമുക്ക് ഇന്നൊരു അയണാക്കാൻ നോക്കാം. ഇവിടെ ഇപ്പം 2-3 അയൺ കാണുന്നുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം വേറെ ഉണ്ടോയെന്ന്. മേലോട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ഒന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുറച്ച് സൈഡിലായിട്ട് ഒന്നുണ്ട്. ഇടിങ്ങനായിട്ട് ഒന്നുണ്ട്. 2 അയൺ മാത്രമേ ഇല്ലൂ എന്ന് തോന്നുന്നു. 2 അയൺ മാത്രമേ ഇല്ലൂ. നമുക്ക് ആദ്യം പോയിട്ടൊരു ഷീൽഡാക്കിയിട്ട് വരാം. കാരണം നമ്മൾ ഇതിൻ്റെ താഴോട്ടെല്ലാം പോകണേന് പോയിട്ട് അയണുണ്ടോയെല്ലാം നോക്കണം. അന്നേരം കുറേ മോബ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോംബീസ് എല്ലാം ഉണ്ടാവും. അപ്പം അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ നമുക്ക് എന്തായാലും ഒരു ഷീൽഡ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പോയിട്ട് ഷീൽഡാക്കിയിട്ടും വരാം. അല്ലാണ്ട് നമുക്ക് താഴേക്ക് പോയാൽ ചിലപ്പം ചത്തുപോകും. വേഗം പോയിട്ട് ഷീൽഡാക്കിയിട്ടും വരാം. നമ്മളങ്ങനെ ഒരു ഷീൽഡും ആക്കി, അതേപോലെ തന്നെ ഒരു പിക്കാക്സും ആക്കി. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു അയൺ ബാക്കിയുണ്ട്. നമുക്ക് ഇന്ന് കഴിയുന്നത്ര ഒരു ഫുൾ അയൺ ടൂൾ ആക്കാൻ കഴിയുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം. കഴിഞ്ഞെങ്കിലാക്കാം. ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങനെ ആക്കാം. ആദ്യം നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുത്ത ശേഷം പഠിക്കാം. കാരണം നമ്മളെ പില്ലർ റേറ്റെല്ലാം എടുക്കേണ്ടി വരും. പില്ലർ ചെയ്യാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ബ്ലോക്ക് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ പണിയാവും. അത് നമ്മൾ കുറച്ച് താഴെ വരുമ്പോഴത്തേക്ക് ഇടിങ്ങനെ കുറച്ച് അയണുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പൊട്ടിക്കലായി. നമ്മൾ കുറേ നേരം അയൺ നോക്കിയാൽ അവിടെ കാര്യമായിട്ട് അയണൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് 5 അയൺ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ കുറേ കോളും കിട്ടീനി. 17 കോളും നമുക്ക് കിട്ടീനി. നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇവിടുന്ന്. ഞാനിപ്പോൾ ആക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു വീറ്റ് ഫാം ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഫുഡെല്ലാം വേണമെങ്കിൽ വീറ്റ് വെച്ചിട്ട് ബ്രെഡാക്കി തിന്നാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഹോയും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റും ആക്കിയിട്ടുണ്ട്. ഞാൻ 2 ബക്കറ്റ് വെള്ളം കൊണ്ട് പോയിട്ട് അവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ ആക്കണം. ഞാൻ അതെല്ലാം ആക്കിയിട്ട് നമ്മൾ കാണിക്കാം. ഇനി ഇൻഫിനിറ്റി വാട്ടർ ആക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു കുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ 4 സൈഡിലേക്കും നമുക്ക് സ്ട്രിപ്പ് ചെയ്യണം. പൊതുവേ 4 വെച്ചിട്ട് സ്ട്രിപ്പ് ചെയ്യല്. പിന്നെ അമ്മച്ചെങ്കിടി 3 എണ്ണം വെച്ചിട്ട് അകലിൽ കാണുന്നില്ല. ഇതേപോലെ 3 ബ്ലോക്ക് ഇങ്ങോട്ടും അതേപോലെ ചുറ്റും 3 ബ്ലോക്ക് വെച്ചിട്ട് അത് പരസ്പരം കണക്ട് ചെയ്യുന്ന ശേഷം പൊതുവെ ആക്കുമ്പോൾ 4 ആക്കല്ലേ. ഞാൻ പിന്നീട് 3 മാത്രമേ ആക്കിയിട്ടില്ലൂ. ഞാൻ വിചാരിക്കുന്ന ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് വീറ്റാക്കിയാലോ. ഫാമല്ല, അല്ലാണ്ട് മൊത്തം ഇങ്ങനെ കിടക്കുന്ന പോലെ ഇങ്ങനെ ആക്കി വെച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങത്തോളം മൊത്തം വീറ്റ് മാത്രം നട്ട് വെച്ചിട്ടില്ലേ ഒരു ഗോൾഡൻ കളർ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ ഇങ്ങോട്ടേക്കല്ലോ. പിന്നെ ഇതെല്ലാം മൊത്തം ആക്കിയിട്ടാണ് ഞാൻ ബാക്കി കാണിക്കും. അപ്പം നമ്മുടെ അടുത്ത് അത്ര സീഡില്ല. അതുകൊണ്ട് നമ്മൾ 10 മാത്രമേ വെക്കുന്നില്ലയോ. നമുക്കിത് വീറ്റായിട്ട് പൊട്ടിക്കാൻ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സീഡ് വെക്കും. അതെല്ലാം അവിടെ പ്ലാന്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ ആൾക്കാർ ഇത്രയും ആക്കുന്നില്ലയോ. ബാക്കി ഞാൻ പിന്നെ വയ്യപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ആവശ്യം മാത്രമേ ഇല്ലൂ. നമ്മളെ സാധനം വെക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ 2 ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലിട്ട് ഇപ്പോൾ തൽക്കാലം ഇടിങ്ങനായിട്ട് വെക്കാണ്. ഇനി നമ്മൾ വേണ്ടാത്ത സാധനം അത്യാവശ്യമൊന്നും ഇല്ലാത്ത സാധനം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം. എന്തെങ്കിലും ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് ആവശ്യം പിടിച്ചാൽ മതി. നമുക്കിനി നമ്മളൊരു ബെഡ് എടുത്തിട്ട് നമ്മൾ വീടിങ്ങനെ വെച്ച് കൊടുക്കാം വെറുതെ. ഇതിപ്പോൾ എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു വീട് കിട്ടും. അതുവരെ നിൽക്കാൻ വേണ്ടി തൽക്കാലം ഇവിടെ ഒരു സെറ്റപ്പ് ആക്കി വെക്കുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബായ്.